ബീഹാർ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നിതീഷ് കുമാർ നാളെ രാജിവെക്കും. നിതീഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ അവസാന മന്ത്രിസഭാ യോഗം നാളെയുണ്ടാകും. PR അരവിന്ദാണ് ഡൽഹിയിൽ നിന്ന് ചേരുന്നത് വിവരങ്ങളുമായി. അരവിന്ദ്, അങ്ങനെ നിതീഷ് കുമാർ പടിയിറങ്ങുമ്പോൾ ആരായിരിക്കും ഈ സ്ഥാനത്തേക്ക് എത്തുക? അതിൽ നിതീഷ് തന്നെ ഒരു തീരുമാനം അറിയിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് കാര്യങ്ങൾ? സ്മിത പ്രവിത, നിതീഷ് കുമാർ യുഗത്തിന് ബീഹാറിൽ അവസാനമാവുകയാണ്. കഴിഞ്ഞ മാർച്ച് 16-നാണ് അദ്ദേഹം രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. അതിനുശേഷം മാർച്ച് 30-ന് അദ്ദേഹം MLC സ്ഥാനം രാജിവെച്ചിരുന്നു. പക്ഷേ മുഖ്യമന്ത്രിയായി അദ്ദേഹം തുടരുകയായിരുന്നു. അതിലും നാളെ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കും എന്നതാണ് JDU ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. നാളെ നിതീഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ അവസാന മന്ത്രിസഭാ യോഗവും ചേരുന്നുണ്ട്. ഈ മന്ത്രിസഭാ യോഗത്തിൽ നിതീഷ് കുമാറിന്റെ കീഴിൽ ബീഹാർ കൈവരിച്ച നേട്ടങ്ങൾ അത് JDU എണ്ണിപ്പറയും. അതിന് പിന്നാലെ ഗവർണറെ കണ്ട് രാജി സമർപ്പിക്കുവാനാണ് ഇപ്പോൾ നിതീഷ് കുമാർ തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം BJPയും അതുപോലെ തന്നെ NDAയുടെ നിയമസഭാ കക്ഷി യോഗവും നാളെ ചേരുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനുവേണ്ടി BJP നേരത്തെ തന്നെ ഒരു നിരീക്ഷകനെ നിയമിച്ചിട്ടുണ്ട്. കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനെയാണ് BJP നിരീക്ഷകനായി നിയമിച്ചിരിക്കുന്നത്. പുതിയൊരു നിയമസഭാ കക്ഷി നേതാവിനെ BJP തിരഞ്ഞെടുക്കും എന്ന് തന്നെ മനസ്സിലാകുന്നു. മുഖ്യമന്ത്രിയാകുന്നത് BJPയിൽ നിന്നുള്ളൊരു ആളായിരിക്കുമെന്ന് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ഉപമുഖ്യമന്ത്രിയായ സാമ്രാട്ട് ചൗധരിക്കാണ് ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കുന്നത്. ബീഹാറിൽ ആദ്യമായാണ് ഒരു ബീഹാർ മുഖ്യമന്ത്രി ബീഹാറിൽ BJP മുഖ്യമന്ത്രിയായി എത്താൻ പോകുന്നത്. ഇതുകൂടാതെ തന്നെ JDUവിന് കൂടുതൽ മന്ത്രിസ്ഥാനങ്ങൾ നൽകാമെന്ന ഉറപ്പ് BJPയുടെ ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ നിതീഷ് കുമാറിന്റെ മകനായ നിശാന്ത് കുമാറിന് ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകുന്നതും ആലോചനയുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടക്കുന്നുണ്ട്. പക്ഷേ ചില തർക്കങ്ങൾ JDUവും അതുപോലെ തന്നെ BJPയും തമ്മിൽ നിലനിൽക്കുന്നതാണ് മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്നുള്ള രാജി വൈകിപ്പിക്കുന്നത്. എന്തായാലും നാളെ തന്നെ രാജി ഉണ്ടാകുമെന്ന് JDU അറിയിച്ചിട്ടുണ്ട്. ഏതൊക്കെ സ്ഥാനങ്ങൾ JDUവിന് നൽകുമെന്ന കാര്യത്തിലും നാളെ ഒരു ഔദ്യോഗിക സ്ഥിരീകരണമാകും. സാമ്രാട്ട് ചൗധരി ബീഹാറിന്റെ പുതിയ മുഖ്യമന്ത്രിയായി എത്തും എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. പക്ഷേ ചർച്ചകൾ BJP കേന്ദ്രങ്ങളിൽ തുടരുകയും ചെയ്യുന്നുണ്ട്. സമ്രാട്ട് ചൗധരിയുടെ പേര് തന്നെയാണ് തുടക്കം മുതൽ ഉയർന്നു കേൾക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പേര്. അപ്പോൾ അദ്ദേഹം തന്നെ മുഖ്യമന്ത്രിയാകുമോ അതോ മറ്റെന്തെങ്കിലും മാറ്റമുണ്ടാകുമോ? ഏതായാലും വർഷങ്ങളോളം നീണ്ട നിതീഷ് യുഗത്തിനാണ് ബീഹാറിൽ ഇന്ന് പര്യവസാനമാവുക നാളെയോടുകൂടി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.